ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം പറഞ്ഞു, രാവും പകലും ഉണ്ടാകട്ടെ. അവയെ വേർതിരിക്കാൻ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടാകട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായി ദൈവം കണ്ടു. ദൈവം പറഞ്ഞു, വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടി കര തെളിയട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയിൽ എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും ദൈവം മുളപ്പിച്ചു. എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും ജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചു. ഒടുവിൽ എല്ലാത്തിനും മേൽ അധികാരം കൊടുക്കുവാൻ ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മണ്ണിൽ നിന്ന് പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചു. അവരാണ് ആദവും ലില്ലിത്തും. ദൈവം അവർക്കായി ഒരു മനോഹരമായ തോട്ടം നിർമ്മിച്ചു. തോട്ടത്തിന്റെ ചുമതല അവരെ ഏൽപ്പിച്ച് ദൈവം പറഞ്ഞു, ഇവിടെയുള്ള എല്ലാത്തിന്മേലും നിങ്ങൾക്ക് ഞാൻ അധികാരം തരും. എന്നാൽ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്. ആദവും ലില്ലിത്തും ദൈവവചനത്തെ മാനിച്ച് സ്നേഹത്തോടെ ജീവിക്കുവാൻ തുടങ്ങി. പക്ഷേ സാത്താൻ അത് സഹിച്ചില്ല. അവൻ ലില്ലിത്തിനെ പ്രലോഭിപ്പിച്ചു. നിന്നെയും ആദത്തിനെയും ഒരുപോലെ മണ്ണിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചത്. പിന്നെ എന്തിനാണ് നീ ആദത്തിനെ അനുസരിച്ച് ജീവിക്കുന്നത്? അങ്ങനെ സാത്താന്റെ പ്രലോഭനത്തിൽ വീണ ലില്ലിത്ത് ആദവുമായി സമത്വത്തിന്റെ പേരിൽ വഴക്കിടുവാൻ തുടങ്ങി. ആദത്തിന്റെ വാക്ക് അവൾ കേൾക്കാതെയായി. സ്വന്തം ഇഷ്ടപ്രകാരം അവൾ ജീവിച്ചു. സാത്താൻ വീണ്ടും സർപ്പത്തിൽ പ്രവേശിച്ച് ലില്ലിത്തിനടുത്ത് വന്നു. നടുവിലെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുവാൻ അവളെ പ്രേരിപ്പിച്ചു. അവൾ വൃക്ഷത്തിൽ നിന്ന് ഫലം പറിച്ചു തിന്നുകയും ആദത്തിന് കൊടുക്കുകയും ചെയ്തു. ഇത് കണ്ട ദൈവം കോപിതനായി. ദൈവം ലില്ലിത്തിനെ ഏദൻസിൽ നിന്നും പുറത്താക്കി. ആദത്തിന് തോട്ടത്തിൽ പ്രവേശനം വിലക്കി. ഒറ്റക്കായതിനാൽ ആദം ഏറെ വിഷമിച്ചു. ആദത്തിന്റെ വിഷമം കണ്ട ദൈവം പറഞ്ഞു, അവനൊരു തുണ വേണം. അങ്ങനെ ദൈവം ആദത്തിനെ ഗാഠനിദ്രയിലാക്കി. അവന്റെ ഒരു വാരിയെ ഊരിയെടുത്ത് മണ്ണുകൊണ്ട് പൊതിഞ്ഞ് മറ്റൊരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. ആ സ്ത്രീയാണ് ഹൗവ.